കാടിന്റെ നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. നമുക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. കാരണം രാവിലെ സമയമായതുകൊണ്ട് അങ്ങനെയൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്ത് കടുവകളുണ്ട്, കരടികളുണ്ട്, കാട്ടുപോത്ത്, മ്ലാവ്, മാനുകൾ, ആനകൾ, അങ്ങനെ ഒരുപാട് വന്യജീവികൾ നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഗവിയിലും നമുക്ക് അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് ഗവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. കിലോമീറ്ററുകളോളം നമുക്ക് കാടിന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ആനക്കൂട്ടങ്ങളെ കാണാൻ പറ്റും, സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ പറ്റും, മലമുഴക്കി വേഴാമ്പലുകളെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ഒരു കാട്ടിന്റെ അകത്തൂടെയുള്ള യാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കാടിന്റെ നിശബ്ദതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയും ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഗവിക്കുണ്ട്. നമ്മളിന്ന് ഈ ഒരു ജംഗിൾ സഫാരി കഴിഞ്ഞിട്ട് ബോട്ടിങ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ആ സമയത്ത് ബോട്ടിങ് പറ്റിയിരുന്നില്ല. അപ്പം അത് ഇന്നാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ട്രക്കിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഈ ഒരു ഗവി യാത്ര അടിപൊളിയായിരുന്നു. ഇതൊരു വലിയ കാടിന്റെ നടുവിലായതുകൊണ്ടും പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലായതുകൊണ്ടും ഇവിടെ നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ വനം വകുപ്പ് തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു കാടിന്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാടിന്റെ ആവാസ വ്യവസ്ഥേനെയൊക്കെ ബാധിക്കും. അത് ഇവിടെയുള്ള മൃഗങ്ങളുടെ വംശനാശത്തിനൊക്കെ കാരണമാവും. നമ്മളിപ്പോൾ ഈ പോകുന്നത്, നിങ്ങൾ ഈ കാണുന്നത് പമ്പ ഡാമാണ്. പമ്പ നദിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ് ഈ കാണുന്നത്. അതായത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ ഈ ഗവി വരുന്നത് സീതത്തോട് പഞ്ചായത്തിലാണ്. സീതത്തോട് ടൗണില്ലേ, ആ ടൗണിലോട്ട് പോകുന്ന റോഡാണ് നിങ്ങൾ ആ കാണുന്നത്. താഴെ കൂടെ പോകുന്ന റോഡില്ലേ, അത് സീതത്തോട് ടൗണിലോട്ട് പോകുന്ന റോഡാണ്. നമ്മുടെ ഈ ഗവി വരുന്നത് പത്തനംതിട്ട ജില്ലയില് സീതത്തോട് പഞ്ചായത്തിലാണ്. നമ്മളെല്ലാവരും ഓർഡിനറി എന്ന് പറഞ്ഞ മൂവിയിൽ ഗവിനെ പറ്റി, ഗവിയിലെ കഥയാണല്ലോ പറയുന്നത്. പക്ഷെ ആ ഒരു മൂവി കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഗവി അതിൽ കാണിക്കുന്നത് പോലെ ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ ടൗണൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല. പക്കാ കാടാണ്. ഒരു ഫോറസ്റ്റിന്റെ നടുക്ക് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കാടിന്റെ നടുവിലുള്ള ഒരു പ്രദേശമാണ് ഗവി. അല്ലാതെ ഇവിടെ അങ്ങനെ ബഹളവും കാര്യങ്ങളും ഹോട്ടലുകളോ പിന്നെ ചായക്കടകളോ അങ്ങനെ ഒന്നുമില്ല. വിരലിലെണ്ണാവുന്ന കുറച്ച് വീടുകളും അവിടെ താമസിക്കുന്ന കുറച്ച് ആളുകളും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാടുകളുണ്ട്, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള പുൽമേടുകളുണ്ട്. കാടുകളും പുൽമേടുകളും ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ആവാസ വ്യവസ്ഥയിലും ജീവിക്കുന്ന ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ ഈ യാത്രയിൽ നമ്മുടെ ഭാഗ്യം പോലെയാണ്, എന്തൊക്കെ ജീവികളെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ചില സമയത്ത് നമുക്ക് മാനുകളെ കാണാം, സിംഹവാലൻ കുരങ്ങുകളെ കാണാം, മ്ലാവിനെ കാണാം, കാട്ടുപോത്തുകളെ കാണാം. നമുക്ക് ഇന്നത്തെ യാത്രയിൽ എന്തിനാ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഗവിയിലോട്ട് വരണമെങ്കിൽ വനം വകുപ്പിന്റെ തന്നെ ഒരുപാട് പാക്കേജുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വന്നത് ഹൈക്കർ ഇന്ത്യയുടെ പാക്കേജ് എടുത്തിട്ടാണ്. അവർ നല്ല രീതിയിൽ ഗവി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഹൈക്കർ ഇന്ത്യനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കർ ഇന്ത്യയുടെ ഗവി പാക്കേജ് എടുക്കാൻ വേണ്ടി പറ്റും. അവരുടെ കോൺടാക്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലാതെ വനം വകുപ്പിനെ നേരിട്ട് നിങ്ങൾക്ക് പാക്കേജുകൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗവിയിലോട്ട് വരണമെങ്കിൽ വണ്ടിപ്പെരിയാറിന്ന് നിങ്ങൾ ഗവിയിലോട്ട് വരണം. വണ്ടിപ്പെരിയാറിന്ന് വള്ളിമാറ എസ്റ്റേറ്റ് വഴി നിങ്ങൾക്ക് ഗവിയിലോട്ട് വരാം. നിങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കോഴിക്കോട് നിന്ന് കുമളിയിലോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ട്. ഇനി എറണാകുളം ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കും കുമളിയിലോട്ട് ബസ് ഉണ്ട്. ഇനി വണ്ടിപ്പെരിയാറിലോട്ട് നേരിട്ട് ബസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കുമളിയിൽ വന്നിട്ട് വണ്ടിപ്പെരിയാറിലോട്ട് വരേണ്ടി വരും. അതാണ് റൂട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വരുന്നത് തേനിയിലാണ്. തേനിയും കോട്ടയമാണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാനത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ വിചാരിച്ചിട്ട് ഇതിൽ കൂടി അത് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ഗവിയിലോട്ട് എങ്ങനെയാ വരേണ്ടതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമല്ലോ. നിങ്ങളത് കണ്ടോ, അത് കാട്ടുപോത്താണ്. നിങ്ങൾക്ക് അത്ര വിസിബിൾ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഒന്നല്ല, അതിന്റെ പുറകിലായിട്ട് കുറെ എണ്ണം നിൽക്കുന്നുണ്ട്. ആ കൊമ്പ് നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത് കാട്ടുപോത്തുകളാണ്. അതിന്റെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്.
ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവര് തുടക്കത്തിൽ പറഞ്ഞിരുന്നു നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ. എന്നാലും ബസ്സിന്റെ സൗണ്ടോ ആളുകളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പം ആയിട്ടുള്ള ദൂരോട്ട് പോവുക ചെയ്യുക. അല്ലെങ്കിൽ റോഡിന്റെ സൈഡ് വരെ ചില സമയത്ത് റോഡിൽ നിൽക്കും. ഒറ്റയ്ക്കൊക്കെയുള്ള ആനകളാണെങ്കിൽ റോഡിൽ നിൽക്കുവാണെങ്കിൽ ഒറ്റ നിപ്പങ്ങ് നിൽക്കും, ബസ് വന്നാലും മാറുമൊന്നുമില്ല. പക്ഷെ അല്ലാത്തവ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ടും ആയിട്ടുകൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ മാറിപ്പോവുക ചെയ്യുക. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ആനകളെ കാണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മ്ലാവിനെ കണ്ടിരുന്നു. പക്ഷെ ബസ് അവിടെ നിർത്തി ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ആയിട്ടുകൾ ഓടിക്കളഞ്ഞു സൗണ്ട് കേട്ടിട്ട്. നമ്മളതാ വരുന്ന വഴിയിൽ വീണ്ടും ആനകളാണ്. കുറേ ഉണ്ട്, 5-6 എണ്ണം ഉണ്ട്. ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ട്. അവിടെ മലയുടെ മുകളിലായതുകൊണ്ട് കോട മൂടിയിട്ട് നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. കുറേ ആനകളുണ്ട്, 1-2 ഒന്നുമല്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ മൊത്തം കോടയാണ് ആ ഭാഗത്തൊക്കെ. നമുക്ക് സൂം ചെയ്താലും കിട്ടും തോന്നുന്നില്ല. ഈ രാവിലെ തന്നെ നമ്മളിങ്ങനെ ജംഗിൾ സഫാരി ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ വന്ന് നിൽക്കും. ഇല്ലെങ്കിൽ പിന്നെ ഐറ്റുകൾ കാട്ടിലോട്ട് പോയി കളയും. കാരണം ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ റൂട്ടിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഐറ്റുകളൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ ഒരു കുറേ ദൂരം വരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരിക ചെയ്യുക. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ആനേനെ കാണാൻ പറ്റി, കാട്ടുപോത്തിനെ കണ്ടു, മ്ലാവിനെ കണ്ടു. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴി കണ്ടു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ വീണ്ടും നമ്മളിപ്പം നമ്മുടെ പമ്പ ഡാമിന്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന സമയത്തെ ബസ് അത്ര സ്ലോ ആക്കാത്തോണ്ട് ഇപ്പൊ സ്ലോ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നേ പ്രളയം ഉണ്ടായത് ഓർമ്മയില്ലേ? ആ സമയത്ത് മാത്രമേ ഈ ഡാം തുറന്നിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഒരിക്കലും നിറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഏകദേശം നിറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഡാം തുറക്കാറായിട്ടുണ്ട് പോലും. ഈ ഒരു ഇടവപ്പാതിക്ക് നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡാമുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ അങ്ങനെ തുറക്കാതെ ഡാമുകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മഴക്കാലം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. മൊത്തം പ്രളയം വന്ന ഒരു മഴക്കാലം ഓർമ്മയില്ലേ? മുഴുവൻ ഡാമുകളും നിറഞ്ഞ് കവിഞ്ഞ ഒരു മഴ. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ട്, ഉപ്മാവുണ്ട്, സാമ്പാറുണ്ട്, അതുപോലെ തന്നെ 2 തരത്തിൽ ചട്നി ഉണ്ട്, ചുവന്ന ചട്നിയും വെള്ള ചട്നിയും, പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ട്, പിന്നെ ഇവിടെ ബട്ടറും അതേപോലെ തന്നെ ജാമും ബ്രെഡും വെച്ചിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അതും കഴിക്കാം. നല്ല ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. അതിപ്പം രാവിലെ ഉച്ചയ്ക്ക് രാത്രി എപ്പോഴായാലും നല്ല ലക്ഷറി ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം എല്ലാവരും ഇവിടെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിന് നമുക്ക് പോകാനുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അതിന്റെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ നേരെ പോയിട്ട് അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അത് കാണാൻ നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്നാണ് ഇനി ഇങ്ങോട്ട് വരിക. ഇനി ഒരു ട്രക്കിംഗ് കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ജാക്കറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആവും. ഇവരേതാ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇവർക്ക് സംസാരിക്കാനും കഴിയില്ല, ചെവിടും കേൾക്കില്ല. പക്ഷെ അവരൊരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നവരാണ്. അവരിവിടെ വെച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവര്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി ഇവരൊക്കെ കണ്ടപ്പം. അങ്ങനെ അവിടുന്ന് നേരെ ബോട്ടിങ് നടക്കുന്ന ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ ബോട്ടിൽ കയറിയിട്ട് ഈ ഗവി ഡാമിലൂടെ നേരെ പോകുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനൊക്കെ പറ്റും. ഓരോ ബാച്ചുകളായിട്ട് ഇവിടുന്ന് നേരെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഇത്തരത്തിലുള്ള ഫൈബർ ബോട്ടുകൾ 4 എണ്ണമാണ് ഉള്ളത്. ഇങ്ങനെ 4 ബോട്ടുകളായിട്ട് കയറ്റിയിട്ട് അവിടത്തേക്ക് കൊണ്ടുപോകും. അവർ പോകുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് പോയി ഈ ഒരു ബോട്ടിങ്ങിന്റെ ഒരു ഭംഗി കൂടെ നമ്മൾ ആസ്വദിക്കും. കാരണം ഈ ഡാമിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗിയല്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് ആ വെള്ളച്ചാട്ടം കൂടെ നമ്മൾ കാണും. ഈ ഒരു പക്ഷീനെ കണ്ടോ? ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ നീർക്കാക്കാന്നാണ് വിളിക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യണേ. നീർക്കാക്കാണെന്നാണോ എന്നറിയില്ല. കാരണം പല പക്ഷികൾക്കും പല നാട്ടിൽ പല പേരാണല്ലോ. ആശാനിങ്ങനെ വെള്ളത്തിൽ മുങ്ങുക, എന്നിട്ട് നനഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് വെയിൽ കായുക. ഇതാണ് ആളുടെ സ്ഥിരം പരിപാടി. ഞാൻ കുറച്ചേരെ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ബാച്ച് പോയിട്ട് തിരിച്ചു വരികയാണ്. ഓരോ ബാച്ച് പോവും. 4 ബോട്ടുകളാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 4 ബോട്ടുകളിലുള്ളവർ പോവും. എന്നിട്ട് കുറച്ചു നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുളിക്കുന്നവർക്ക് കുളിക്കുകയൊക്കെ ചെയ്ത് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു വരിക ചെയ്യുക. അപ്പം അങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് പോകുന്നത്. അവർ വന്നിട്ട് വേണം അടുത്ത ബാച്ചിന് പോകാൻ. ഒരുപാട് പേര് ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ 28 പേരുണ്ട്. അങ്ങനെ വന്നവർ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ബാച്ച് പോവും വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളും ബോട്ടിലോട്ട് കയറി. ഇനി ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ബോട്ടിൽ യാത്ര ചെയ്ത് അവസാനം നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒരു കുളിയൊക്കെ കുളിച്ച് എന്നിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്.
ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് ഡാമിലൂടെ നമുക്ക് നല്ല രസത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഇനി അവിടെ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങോട്ട് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ദൂരെ കാണാം, നിങ്ങൾക്ക് അവിടെ ബോട്ടൊക്കെ നിർത്തിയിട്ട് കാണാൻ പറ്റും. അവിടെയാണ് വെള്ളച്ചാട്ടമൊക്കെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ വിസിബിളായി വരും. ഇപ്പം നിങ്ങൾ കണ്ടോ, അവിടെ ദൂരെയായിട്ട് വെള്ളച്ചാട്ടം കണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്, അവരൊക്കെ അവിടെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇറക്കി ഓരോരുത്തരായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ ബാച്ചായിട്ട് തിരിച്ചു വരിക ചെയ്യാം. ഈ പോകുന്ന വഴി തന്നെ ഇല്ലേ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ അനാക്കോണ്ട മൂവിയൊക്കെ കാണുന്ന സമയത്ത് അതില്ലേ അവരിങ്ങനെ യാത്ര ചെയ്യുന്ന കുറെ തടാകങ്ങളും പുഴയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കാടിന്റെ നടുവിലൂടെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ രണ്ട് സൈഡും കാടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെ ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾ കണ്ടോ, ശരിക്കും എനിക്ക് അതാണ് തോന്നിയത് കേട്ടോ. എൻ്റെ മനസ്സിൽ അപ്പോൾ ഓടിയ ഒരു കാര്യമാണ് ഈ അനാക്കോണ്ട മൂവിയിൽ അവർ യാത്ര ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നി. അതിലിങ്ങനെ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അടിയിൽ കൂടെ പാമ്പ് പോകുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം അതുപോലെയൊക്കെയാണ് ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ തോന്നിയത്. അങ്ങനെതാ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് ശക്തിയായിട്ടാണ് ആ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം അത്രയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ശക്തിയുണ്ട് വെള്ളത്തിന്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു വേണം അങ്ങോട്ട് പോകാനൊക്കെ. അങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമ്മള് എന്താ പറയേണ്ടത്, കുളിച്ചു, അടിപൊളിയല്ലേ. നമ്മളെ തിരിച്ചു പോവാട്ടോ, ഇങ്ങോട്ട് പോവാ. എല്ലാവരും പോയി, ഞാനാ ലാസ്റ്റ് വന്നേ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടല്ലേ. അപ്പം വെള്ളച്ചാട്ടം കണ്ടു, കുറെ നേരം അത് നോക്കി നിന്നു, പിന്നെ അതിൽ ഇറങ്ങി കുളിച്ചു. അങ്ങനെ മനസ്സും ശരീരമൊക്കെ നല്ല തണുത്ത് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തില്. Was holding on tight and always kept me in the dark. I never thought I could shake. അവിടെ ദൂരെയായിട്ട് നിങ്ങളൊരു മല കണ്ടോ? അതിന്റെ മുകളിലോട്ടൊക്കെ നമുക്കിന്ന് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ, അതായത് കഴിഞ്ഞ വീഡിയോയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശബരിമല കാണാൻ വേണ്ടി പറ്റുന്നു. അത് കാണാൻ പറ്റുന്നത് ആ ഒരു മലയുടെ മുകളിലായിട്ടാണ്. നമ്മൾ വന്ന വഴിയാണ് നിങ്ങളെ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തുഴഞ്ഞു വന്നത്.
കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ, അത് മാത്രം കഴിച്ചിട്ടില്ലല്ലോ. ഇതാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം. 2 തരത്തിലുള്ള ചോറ് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് കറികളുണ്ട്. ഞാൻ പ്ലേറ്റിൽ എടുത്തിട്ട് അവിടെ ടേബിളിൽ കൊണ്ടുവച്ച ശേഷം നിങ്ങൾക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കാരണം ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സദ്യയാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു ചോറും കറിയൊന്നുമല്ല. ഒരു കാര്യം ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ, ഇവിടുത്തെ ഭക്ഷണം ഈ ഒരു കാടിന്റെ നടുവിൽ ഇത്രയും ഐറ്റങ്ങളോട് കൂടിയിട്ട് ഒരു ഭക്ഷണം അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം. മുട്ട, അച്ചാറ്, മുളക്, ഇത് ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് വരട്ടിയാണ്, നമ്മുടെ കാബേജിൻ്റെ ഉപ്പേരി, അവിയൽ, സാമ്പാർ, 2 ടൈപ്പ് ചോറുണ്ട്, മട്ടയുടെ അരിയും പിന്നെ നോർമലും, പിന്നെ പരിപ്പ് കറി, പപ്പടം, പിന്നെ പായസം. ഇത്രയും ഐറ്റംസ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുണ്ട്. ഹായ്. ഇവിടെ നമുക്ക് കിട്ടിയ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കോഴിക്കോട് സ്റ്റൈലല്ല സാമ്പാർ, ഇത് കുറച്ച് വെറൈറ്റിയാണ്. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ വെച്ച ടൈപ്പ് സാമ്പാറാണ്. പിന്നെ പരിപ്പ് കറി ഒക്കെ സൂപ്പറാണ്. പിന്നെ അവിയൽ, ഈ ഒരു മെഴുക്ക് വരട്ടി നമ്മുടെ നാട്ടിൽ കോഴിക്കോട് അങ്ങനെ കാണാറില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഈ ടൈപ്പിൽ മെഴുക്ക് വരട്ടിയിട്ട് അധികം വെക്കാറില്ല. അതുപോലെ നമ്മൾ കാബേജ് തോരൻ വെക്കുമ്പം മഞ്ഞപ്പൊടി ഇടും. മഞ്ഞ കളറിലാണ് നമ്മുടെ കാബേജ് തോരൻ ഉണ്ടാവുക. ഇതിൽ മഞ്ഞപ്പൊടി ഇടാണ്ടാണ് ഇവർ ചെയ്തത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്നെ തിരിച്ചു പോവാട്ടോ. നമ്മൾ നേരെ ബസ്സിലോട്ട്. ഉണ്ടായിരുന്നു മൊത്തം ഉണ്ടായിരുന്നു. അങ്ങനെ 2 പകലുകളും 1 രാത്രിയും ഗവിയിൽ താമസിച്ച് ഗവിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. വന്ന സമയത്ത് ഏറെക്കുറെ എല്ലാവരും അപരിചിതരായിരുന്നു, പക്ഷെ പോകുന്ന സമയത്ത് എല്ലാവരും നല്ല കൂട്ടായിട്ടാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള യാത്രകളുടെ ഒരു പ്രത്യേകതയും അതാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹര യാത്രയായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.